ഹായ് ഫ്രണ്ട്സ്, ഡിഷ്ലാൻഡ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ സീഖ് കബാബാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ചിക്കനിലെന്ന പോലെ തന്നെ ബീഫിലും മട്ടനിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. ഇനി ഈ കബാബിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് വേണ്ട മറ്റു ചേരുവകളും കൂടി ചേർക്കാം. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. പച്ചമുളക് 3 എണ്ണം, സവാള ഒരെണ്ണം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തതാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കടലപ്പൊടി 1 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഇതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി അരച്ചെടുത്ത മിക്സിൻ്റെ സെൻറ്ററിലായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 പീസ് ചൂടാക്കിയ ചാർക്കോൾ വെച്ച ശേഷം അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് 2 മിനിറ്റ് മൂടി വയ്ക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി പാത്രം തുറക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഒരു സ്ക്യൂവറിൽ വെച്ച് റെഡിയാക്കിയെടുക്കാം. ഇതുപോലുള്ള സ്ക്യൂവർ ഇല്ലാത്തവർ നീളമുള്ള സ്പൂണിൽ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കബാബ് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കബാബ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുന്ന കബാബിൻ്റെ അതേ ടേസ്റ്റും സ്മെല്ലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.